സിപിഐഎമ്മിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമായിരിക്കുകയാണ്. മുതിർന്ന നേതാവ് ഭീമൻ ബസു പതാക ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതീകാത്മകമായി തയ്യാറാക്കിയിരിക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പ്രതിനിധികൾ ഓരോന്നായി സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുകയാണ്. സിപിഐഎമ്മിന്റെ ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, PB അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആ സമ്മേളന നഗരിയിലേക്ക് കടന്നിരിക്കുകയാണ്. അർജുൻ നമുക്കൊപ്പം മധുരയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, പ്രതിനിധികളെല്ലാം പൊതുസമ്മേളന നഗരിയിലേക്ക് കടന്നെത്തിക്കഴിഞ്ഞോ? സമ്മേളനം തുടങ്ങുമോ ഇപ്പോൾ? ബില്ലിലെ 24ാം പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗികമായിട്ടുള്ള തുടക്കം ആയി. മുതിർന്ന നേതാവ് വിമൻ ബസു പതാക ഉയർത്തി ഇപ്പോൾ രക്തസാക്ഷികൾക്ക് ആദരമർപ്പിക്കുകയാണ്. പാർട്ടി സമ്മേളന പ്രതിനിധികൾ അല്പസമയത്തിനകം സമ്മേളനം ആരംഭിക്കും. പ്രകാശ് കാരാട്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം സംഘടനാ റിപ്പോർട്ടും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പാർട്ടി സംഘടനാപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകും. ഈ പ്രധാനപ്പെട്ട കാര്യം മണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസീഡിയമാണ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ നടപടികൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ജനറൽ സെക്രട്ടറി നിലവിൽ യെച്ചൂരിയുടെ വിയോഗം കൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി പാർട്ടിക്കില്ല. അതുകൊണ്ട് കൂട്ടായി പാർട്ടി നടപടികൾ, സമ്മേളന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ ത്രിപുര മുഖ്യമന്ത്രിയായിട്ടുള്ള മണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസീഡിയം പാർട്ടി കോൺഗ്രസിൻ്റെ നടപടികൾ നിയന്ത്രിക്കും. BV രാഘവലു, മുതിർന്ന നേതാവ് BV രാഘവലു ആണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. അതിനുശേഷമായിരിക്കും രാഷ്ട്രീയ പ്രമേയവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും അവതരിപ്പിക്കുക. CPM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് രാഷ്ട്രീയ പ്രമേയവും രാഷ്ട്രീയ അവലോകനവും റിപ്പോർട്ടും അവതരിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചില വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. സംഘടനാപരമായിട്ടുള്ള വീഴ്ചകൾ, ഒപ്പം മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്ത് വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് ഇനി സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്, രാഷ്ട്രീയപരമായി ഉള്ള കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ സമ്മേളനം ചർച്ച ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയെ സ്വതന്ത്രമായി വളർത്തുക, പാർട്ടിക്കകത്ത് പാർട്ടിയിൽ ജനസ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട അജണ്ടയായി പാർട്ടി കോൺഗ്രസ് കാണുന്നുണ്ട്. രണ്ടാമത് ജനറൽ സെക്രട്ടറി ആരായിരിക്കും, അടുത്ത ജനറൽ സെക്രട്ടറി എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് യെച്ചൂരി ഉണ്ടാക്കിയെടുത്ത ദേശീയ തലത്തിലെ പാർട്ടിക്ക് ജനസ്വാധീനം കുറഞ്ഞെങ്കിലും യെച്ചൂരി എന്ന ജനറൽ സെക്രട്ടറി പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഉണ്ടാക്കിയെടുത്ത പ്രാധാന്യം ഉണ്ട്. അത് മറ്റ് പാർട്ടികൾക്കുൾപ്പെടെ നയപരമായ കാര്യങ്ങളിലേക്ക് വരെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലൊക്കെ എത്തിക്കുന്ന തരത്തിൽ യെച്ചൂരി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാർട്ടിക്ക് കുറെ കൂടി പ്രാധാന്യം വരുന്ന തരത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നത് സംബന്ധിച്ചായിരിക്കും ഈ പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ പല പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള MA ബേബിയുടെ പേര് വന്നു. അശോക് ദാവ്ലെ, മണിക് സർക്കാർ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ പേരുകൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. അതെന്തായാലും 6-ാം തീയതിയായിരിക്കും സമാപന ദിവസമായിട്ടുള്ള 6-ാം തീയതിയായിരിക്കും ജനറൽ സെക്രട്ടറിയെ പാർട്ടി തീരുമാനിക്കുക. ഒപ്പം പോളിറ്റ് ബ്യൂറോയിലേക്കും പുതിയ ആളുകൾ വരേണ്ടതുണ്ട്. നിലവിൽ തന്നെ 4 ഒഴിവ് പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ട്. പ്രകാശ് കാരാട്ടും സുഭാഷിണി അലിയും ബൃന്ദ കാരാട്ടും ഒക്കെ ഒഴിയുകയാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഈ സമ്മേളനത്തോടെ. അതുകൊണ്ട് തന്നെ ആ ഇടത്തേക്ക് പുതുതായി ആരൊക്കെ വരും എന്നുള്ളത് ചോദ്യം പ്രധാനമാണ്. പ്രത്യേകിച്ച് 2 പാർട്ടിയുടെ പ്രമുഖ വനിതാ സഖാക്കൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അതിനനുസരിച്ച് വനിതാ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുന്ന തരത്തിലേക്ക് പോളിറ്റ് ബ്യൂറോ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ മലയാളികൾ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ബിജു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ പരിഗണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പോളിറ്റ് ബ്യൂറോയിലേക്കും കൂടുതൽ ആളുകൾ എത്തും എന്നുള്ളത് ഈ പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറെ കൂടി പുതുമുഖങ്ങൾ ഇതിനോടകം തന്നെ ഇത്ര വലിയ ഒഴിവൊക്കെ അത് അത്ര സാധാരണ വരാറുള്ളതല്ല. 4 ഒഴിവൊക്കെ ഒരു ഘട്ടത്തിൽ വരുന്നത് പുതുമുഖങ്ങൾ കുറെ കൂടി പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്ന തരത്തിലേക്ക്. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ പ്രസക്തമാകുന്നത്. ഇപ്പോൾ അവതരിപ്പിക്കുന്നതിന് മുൻപേ CPIM-ന്റെ സംഘടനാ റിപ്പോർട്ട്, പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണല്ലോ, ചോർന്നിരിക്കുകയാണല്ലോ.
ഈ മുതിർന്ന നേതാക്കൾ മാറി പുതുമുഖങ്ങൾ പി ബിയിലേക്ക് വരും, അത് അവർ പ്രായപരിധിയിൽ തട്ടി പുറത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ പോലും ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് യുവാക്കളെ, അതായത് പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ, ആത്മവിമർശനങ്ങൾ CPIM നടത്തുന്നുണ്ട്. ബില്ല് തീർച്ചയായും സ്വയം വിമർശനമായി തന്നെ പാർട്ടിയുടെ സ്വാധീനമില്ലായ്മയാണ് സംഘടനാ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്. അത് ബില്ലിൽ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്ന് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടിലെ പരാമർശമാണ്. യുവാക്കൾക്കിടയിൽ അടക്കം സോഷ്യലിസം പ്രചരിപ്പിക്കണം, അത് ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ള സ്വയം വിമർശനം സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട്. PB അംഗങ്ങളുടെ പ്രവർത്തനവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തപ്പെടുകയാണ്. നേരത്തെ 3 വർഷം ആണ് ഈ വിലയിരുത്തൽ ഉണ്ടാവുക. പക്ഷേ ഓരോ വർഷം തോറും PB അംഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ പാർട്ടി തീരുമാനിക്കുകയാണ്. ഒപ്പം തന്നെ ഹിന്ദുത്വ വർഗീയതയെ എതിർക്കാൻ ശക്തമായ പ്രചരണം നടത്തണമെന്നും ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എല്ലാ ഘടകങ്ങളിലും അത് ബ്രാഞ്ച് തൊട്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ആശാ വർക്കർമാരുടെ വിഷയം കൂടി സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ടെന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. കാരണം CPM അത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മേഖലകളിലൊക്കെ സ്പർശിച്ചുകൊണ്ടാണ് സംഘടനാ റിപ്പോർട്ട് പറയാറുള്ളത്. പക്ഷേ ഈ സമരം നടക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ അത് കുറെ കൂടി പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് പറയാം. ആശാപ്രവർത്തകർക്കിടയിൽ സ്വാധീനം കുറവാണെന്നാണ് സംഘടനാ റിപ്പോർട്ട് വിമർശിക്കുന്നത്. തൊഴിലാളി യൂണിയനുകൾ ഇവർക്കായി ഉണ്ടായിട്ടുണ്ടെങ്കിലും പാർട്ടിയെ എതിർക്കുന്നവരായി ആശാ വർക്കർമാർ ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെയുള്ള സംഘടനകളുമായിട്ടാണ് ആശാ വർക്കർമാർ ചേർന്ന് നിൽക്കുന്നതെന്നാണ് വിമർശനമായി പറയുന്നത്. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കുറെ കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം കേരളം അത്തരത്തിലൊരു സമരമാണ് ഇപ്പോൾ കാണുന്നത്. അത് മറ്റ് പല സംഘടനകളും നിയന്ത്രിക്കുകയും അത് CPM-നെയും സർക്കാരിനെയും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സംഘടന റിപ്പോർട്ടിൽ ആശാ വർക്കർമാരുടെ കൂടി കാര്യം പറയുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇത് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെടും മുൻപ്, അല്ലെങ്കിൽ ആ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അത് ചോർന്നു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യമായി തന്നെ പാർട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. അർജുൻ, ഇനിയിപ്പോൾ ഈ സമ്മേളനം 6-ാം തീയതി വരെയാണല്ലോ. അപ്പോൾ അതുവരെയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? PB അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, പുതിയ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത്, പ്രഖ്യാപനം, ആ ഘട്ടങ്ങൾ എങ്ങനെയാണ്? ഓരോ ദിവസം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അർജുൻ? ബിനിലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് അവതരണം ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രകാശ് കാരാട്ടാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുക. കരട് രാഷ്ട്രീയ പ്രമേയം അതിൽ അവതരിപ്പിക്കപ്പെടും. പിന്നീട് ഗ്രൂപ്പ് ചർച്ചയും ഒക്കെയാണ് അതിനുശേഷം നടക്കേണ്ടത്. പക്ഷേ ചർച്ച ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. ഗ്രൂപ്പ് ചർച്ച ഉണ്ടായെങ്കിൽ പോലും മറ്റ് നടപടികളൊക്കെ നാളെ തൊട്ടായിരിക്കും ഉണ്ടാവുക. അതിനിടയ്ക്ക് പല സെമിനാറുകൾ നടക്കുന്നുണ്ട്. പ്രമുഖ വ്യക്തികൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാലിൻ വരുന്നുണ്ട്. പിന്നെ പ്രമുഖ നടന്മാരായിട്ടുള്ള വിജയ് സേതുപതി ഉൾപ്പെടെയുള്ള ആളുകൾ, വെട്രിമാരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഓരോ ദിവസം നടക്കുന്ന സെമിനാർ സെക്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അത് പാർട്ടി കോൺഗ്രസിൽ സാധാരണ ഉള്ളതാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലും സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇത്തവണയും സ്റ്റാലിൻ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തും. വിജയ് സേതുപതി നടൻ എത്തുന്നുണ്ട്. വെട്രിമാരൻ വരുന്നുണ്ട്. അങ്ങനെ സാംസ്കാരികമായിട്ടുള്ള ആളുകളുടെ കൂടി സാന്നിധ്യം ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ട്. അവർ വിവിധ സെഷനുകളിൽ സെമിനാർ അവതരിപ്പിക്കും. അതിനുശേഷം 5-6 തീയതികളിലായിരിക്കും മറ്റ് ഈ ആളുകൾ തെരഞ്ഞെടുപ്പ്, അതായത് പൊളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ 6-ാം തീയതിയോടുകൂടിയായിരിക്കും തീരുമാനിക്കപ്പെടുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം അത് ഈ സമ്മേളനത്തോട് കൂടിയായിരിക്കും ഉണ്ടാവുക. പല പേരുകൾ ഉയർന്നു വരും ആ ഘട്ടത്തിൽ എന്നുള്ളത് സംശയമില്ല. പക്ഷേ ഒരു അന്തിമ തീരുമാനം എന്തായാലും ഇക്കാര്യത്തിൽ സമാപന ദിവസമായിരിക്കും ഉണ്ടാവുക. അതുവരെയുള്ള ദിവസങ്ങളിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കും. പ്രതിനിധി ചർച്ചകൾ ഉണ്ടാകും. പ്രതിനിധികൾ ഇതിന് പാർട്ടി ജനറൽ സെക്രട്ടറി, ദേശീയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയുകയും ചെയ്യും. അർജുൻ, അതേസമയം തന്നെ UK-യിൽ നിന്നുള്ള ഒരു പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയെ ഒഴിവാക്കിയെന്ന വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു. രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കിയത് പാർട്ടിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയാണ് എന്നും പറഞ്ഞിരുന്നു. ആകെ UK-യിൽ നിന്ന് 2 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ നിശ്ചയിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഇയാളെ ഒഴിവാക്കാൻ കാരണം? ബിനില, രാജേഷ് കൃഷ്ണ UK-യിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു. 2 പ്രതിനിധികളെയാണ് ഈ പാർട്ടി കോൺഗ്രസിൽ
പങ്കെടുക്കാൻ വേണ്ടി UK നിന്ന് ക്ഷണിച്ചത്. CPM അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രതിനിധികളെ കൊണ്ടുവരാറുണ്ട്. UK പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ സജീവമായി നടത്തുന്ന ആളുകളിൽ ഒരാളാണ് രാജേഷ് കൃഷ്ണ. പക്ഷേ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പാർട്ടിക്കകത്ത് ഒരു പരാതി വന്നിരുന്നു. അത് സംഘടനാപരമായി പാർട്ടി വിരുദ്ധമായി ചില പ്രവർത്തനങ്ങൾ രാജേഷ് കൃഷ്ണ നടത്തുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പരാതിയാണ് പാർട്ടിക്കകത്ത് ഉണ്ടായത്. പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് പരിശോധിക്കപ്പെട്ടു. അതിൽ ചില വസ്തുതകൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. അത് കേന്ദ്ര കമ്മിറ്റിയെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാർട്ടി സമ്മേളന പ്രതിനിധി എന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഈ കോൺഗ്രസിൽ പങ്കെടുക്കാൻ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ ഇന്നലെ ഇവിടെ എത്തിയതാണ് UK യിൽ നിന്ന്. പക്ഷേ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള നടപടി കൂടി ഈ പാർട്ടി കോൺഗ്രസിന് തൊട്ട് മുൻപായി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഔദ്യോഗികമായി CPM അതൊരു വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമ്മേളന പ്രതിനിധിയല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പ്രതിനിധി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇല്ല.